തീരത്ത് വെച്ച് പൊട്ടിത്തെറിയുണ്ടായ കപ്പലിലെ തീ അണയ്ക്കാൻ തീവ്രശ്രമം തുടരുന്നു. കപ്പലിലുള്ള 150 കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കളാണുള്ളത്. സിംഗപ്പൂർ ഷിപ്പിംഗ് അധികൃതർക്ക് വിവരം കൈമാറി ഭാരതം. നിയന്ത്രണം നഷ്ടപ്പെട്ട കപ്പൽ കരയിലേക്ക് നീങ്ങാതിരിക്കാനുള്ള ശ്രമം തുടരുന്നുവെന്ന് നാവികസേന അറിയിച്ചു. പരിക്കേറ്റവരെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത. കാണാതായ 4 കപ്പൽ ജീവനക്കാർക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. INS സൂററ്റ് ഉൾപ്പെടെയുള്ള കപ്പലുകൾ ദൗത്യത്തിൽ പങ്കെടുക്കുന്നു. ചൈന, ഇന്തോനേഷ്യ, തായ്വാൻ, മ്യാൻമർ സ്വദേശികളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. അതേസമയം മലിനീകരണ നിയന്ത്രണ ബോർഡ് കടൽ വെള്ളം പരിശോധിച്ചു. ബേപ്പൂരിൽ നിന്ന് 144 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ ഇന്ന് രാവിലെ 9:30 ഉഗ്രസ്ഫോടന ശബ്ദത്തോടെ കപ്പലിൽ പൊട്ടിത്തെറിയുണ്ടായത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘ ചേരുകയാണ്. അനഘ, വലിയ ആശങ്കയുടെ ഒരു പകൽ നീങ്ങുകയാണ്, രാത്രിയിലേക്ക് അടുക്കുകയാണ്. അപ്പോഴും കപ്പലിലെ സ്ഥിതിഗതികൾ ശാന്തമായിട്ടില്ല. 18 ജീവനക്കാരെ രക്ഷിക്കാനായി ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ആളുകൾ കപ്പലിന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. 4 പേരെ കാണാനില്ല. ഇതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പൊതുചിത്രം. ഇതിൽ നിന്ന് വിഭിന്നമായി മറ്റെന്തെങ്കിലും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടോ? നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന, ബേപ്പൂർ കേന്ദ്രീകരിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാം? അതായത് നീലിമ, ഈ 2 കാര്യത്തിലാണ് പ്രധാനമായും നമുക്ക് ഇപ്പോഴും ഈ സമയമായിട്ടും വ്യക്തത വരേണ്ടത്. ഒന്ന്, ഈ കപ്പൽ അപകടത്തെ തുടർന്ന് രക്ഷപ്പെടുത്തിയ കപ്പൽ ജീവനക്കാരായ ക്യാപ്റ്റൻ അടക്കമുള്ള ആ 18 പേർ, ആ 18 പേരുമായി വരുന്ന ആ വലിയ കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ അത് ബേപ്പൂർ തുറമുഖത്തേക്ക് ഈ ഭാഗത്തേക്ക് വരുമോ അതോ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകുമോ? ഈ 2 കാര്യത്തിലും കൃത്യമായൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ബേപ്പൂർ പോർട്ട് ഓഫീസർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഈ സമയമായിട്ട് ലഭിച്ചിട്ടില്ല എന്നതാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരുന്നു. അതായത് ഈ ബേപ്പൂർ തുറമുഖ ഭാഗത്ത് 10 ആംബുലൻസുകൾ സജ്ജീകരിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനോടകം തന്നെ 2 ആംബുലൻസ് ബേപ്പൂർ ഈ ഭാഗത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആശുപത്രികൾക്കടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ICU അടക്കം കൃത്യമായി സജ്ജീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതൊക്കെ തന്നെ കൃത്യമായി പാലിക്കുന്നുമുണ്ട്. കൃത്യമായി ആശുപത്രിയിലടക്കം ICU സൗകര്യങ്ങളടക്കം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആംബുലൻസുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഈ പരിക്കേറ്റ ആ 18 പേരെ ഈ ഭാഗത്തേക്ക്, അതായത് ബേപ്പൂരേക്കാണോ കൊണ്ടുവരുന്നത് അതോ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഈ ബേപ്പൂർ ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അപകടമുണ്ടായ സ്ഥലത്തേക്ക് 40 നോട്ടിക്കൽ മൈൽ ദൂരമാണ് ഉള്ളത്. പക്ഷേ ഇവിടെ ഈ ബേപ്പൂരിലേക്ക് ആ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പ്, വലിയ പടുകൂറ്റൻ ഈ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പിലാണ് ഇപ്പോൾ ഈ രക്ഷപ്പെടുത്തിയ ഈ 18 പേരും ഉള്ളത്. മാത്രമല്ല അവരെ ഏതെങ്കിലും തരത്തിൽ ഈ ഭാഗത്തേക്ക്, ഈ ബേപ്പൂർ ഭാഗത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിൽ നിന്ന് ചില രക്ഷപ്പെടുത്തിയ ആ 18 പേരെ ഈ ഭാഗത്തേക്ക്, ഈ കരയിലേക്ക് എത്തിക്കാൻ ചില അവരെ ആ ബോട്ടിൽ നിന്ന് മറ്റൊരു ബോട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ കരയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സമയമെടുക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. മറ്റൊന്ന്, ഇവർക്ക് ഈ അപകടത്തിൽ 18 പേരാണ്, ക്യാപ്റ്റൻ അടക്കം 18 പേരാണ് ഇപ്പോൾ നിലവിൽ രക്ഷപ്പെട്ടിരിക്കുന്നത്. അതിൽ 5 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. അതായത് ഈ പൊള്ളലേറ്റവരിൽ 2 പേരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം ഉണ്ട് എന്നുകൂടിയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. അങ്ങനെ എയർലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കൊച്ചിയിലേക്കായിരിക്കും എന്നുകൂടി അധികൃതരുടെ ഭാഗത്ത് നിന്ന് വരുന്ന വിവരം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇപ്പോഴും കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാണ്. പക്ഷെ അത് പൂർണ്ണമായും തീ അണയ്ക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. മറ്റൊന്ന്, ഈ കപ്പലിനകത്ത് നിന്ന് 600-ലധികം കണ്ടെയ്നറുകൾ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതിൽ 20ഓളം കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കണ്ടെയ്നറുകൾ ഈ കേരള തീരത്തേക്ക് അടുക്കില്ല എന്നതാണ് അധികൃതർ പറയുന്നതനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ ഒരു ആശങ്ക വേണ്ട എന്നുകൂടി പറയുന്നുണ്ട്. പക്ഷേ ഈ പരിക്കേറ്റ 5 പേരിൽ 3 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ്. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ കാര്യമായ പൊള്ളലില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ 5 പേരിൽ 3 പേർക്ക് പൊള്ളൽ ഏറ്റിട്ടുണ്ട്. അവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ളൊരു നീക്കം ഉണ്ട് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അവർ എയർലിഫ്റ്റ് ചെയ്ത് കൊച്ചി ആ ഭാഗത്തേക്കാണോ കൊണ്ടുപോവുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പക്ഷേ പോർട്ട് ഓഫീസർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ ഭാഗത്തേക്ക്, അതായത് ബേപ്പൂർ തുറമുഖത്തേക്ക് ഈ
18 പേരെ, ക്യാപ്റ്റൻ അടങ്ങുന്ന ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ഈ 18 പേരെ ബേപ്പൂരിലേക്കാണോ അതോ മറിച്ച് മംഗലാപുരത്തേക്കാണോ കൊണ്ടുപോകുക എന്ന കാര്യത്തിൽ ഇപ്പോഴും അധികൃതരുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നാണ് ബേപ്പൂർ പോർട്ട് ഓഫീസർ പറയുന്നത്. നീലിമ, അനഘ, വലിയ ആശങ്കയായി തുടരുന്നത് ഈ കപ്പലിന്റെ സ്ഥിതിയാണ്. ഈ കപ്പലിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉൾപ്പെടെ ഉണ്ട്. 20 കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട്. ഇത് ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇപ്പോഴും വായുവുമായി സമ്പർക്കമുണ്ടായാൽ, അതുപോലെ ജലവുമായി സമ്പർക്കമുണ്ടായാൽ പൊട്ടിത്തെറിക്കാവുന്ന വിധത്തിലുള്ള രാസവസ്തുക്കൾ ഈ കപ്പലിനകത്തുണ്ട് എന്നുള്ള, ഈ കണ്ടെയ്നറുകളിൽ നിറഞ്ഞിരിപ്പുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ ഒരു പ്രതികരണവും പുറത്തു വരുന്നില്ല. കോസ്റ്റ് ഗാർഡും അതുപോലെ നേവിയുമാണ് ഈ രക്ഷാദൗത്യവുമായി അവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നിയന്ത്രണം വിട്ട് ഈ കപ്പൽ ഈ കടലിൽ ഒഴുകി നടക്കുന്നു എന്നുള്ള വിവരങ്ങളല്ലേ പുറത്തു വരുന്നത്. അപ്പോൾ ഈ കപ്പലിൻ്റെ ഒരു അവസ്ഥ എന്താണ്? നിലവിൽ സ്വാഭാവികമായിട്ടും ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർ ഈ കപ്പലിന് പുറത്ത് കടന്ന സ്ഥിതിക്ക് സ്വാഭാവികമായും ആ കപ്പലിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള വിവരം കപ്പൽ ജീവനക്കാർക്ക് വളരെ കൃത്യമായി അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ നമ്മുടെ കോസ്റ്റ് ഗാർഡിനും നേവിക്കുമല്ലേ ലഭിച്ചിട്ടുണ്ടാകും. പക്ഷേ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം, വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അതിൻ്റെ ഒരു കാലതാമസമല്ലേ നമ്മളിപ്പോൾ ഈ അഭ്യൂഹങ്ങളിലേക്കൊക്കെ കടക്കുന്നതിൻ്റെ അടിസ്ഥാനം? തീർച്ചയായും. അതായത് നേരത്തെ പോർട്ട് ഓഫീസർ സൂചിപ്പിച്ചതനുസരിച്ചാണെങ്കിൽ ഈ കപ്പലിനകത്ത് എന്താണ് ഉള്ളത്, അതായത് ദ്രാവക രൂപത്തിലൊരു വസ്തുവാണ് ഉള്ളത് എന്നാണ് പുറത്തു വരുന്ന വിവരം. പക്ഷേ അതിന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു സ്ഥിരീകരണം ലഭിക്കണമെങ്കിൽ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഈ കൊളംബിയൻ കമ്പനിയുമായി, ഈ കപ്പലിന്റെ കമ്പനി അധികൃതരുമായി സംസാരിച്ചതിന് ശേഷം അവർ കൃത്യമായി ഈ കപ്പലിനകത്തുള്ള വസ്തുക്കളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നതിന്റെ ഒക്കെ തന്നെ കൃത്യമായ ഒരു വിവരം അത് കൈമാറണം. അങ്ങനെ ഒരു വിവരത്തിനായി ഈ നേവി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ആ വിവരം, കസ്റ്റംസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആ വിവരം ആരാഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ വിവരം ഈ സമയമായിട്ടും ഈ കമ്പനി നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് നൽകിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ കണ്ടെയ്നറുകളിൽ എന്താണ് ഉള്ളത്, അത് അപകടകരമായ വസ്തുവാണോ എന്നതടക്കമുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. പക്ഷേ അതിൽ ഏറ്റവും ആശ്വാസകരം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അവരടക്കം പുറത്തുവിടുന്ന വിവരം അനുസരിച്ച് അപകടകരമായ വസ്തു ആ കപ്പലിൽ, അതായത് എത്രയും പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുവാണ്, കത്തിപ്പിടിക്കുന്ന വസ്തുവാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ. പക്ഷെ എന്നാലും വലിയ രീതിയിലുള്ള അപകടകരമായ ഒരു വസ്തു ആ കപ്പലിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നാലും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്, ആ ജാഗ്രത തുടരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ട്രോളിംഗ് നിരോധനം നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ആരും കടലിൽ പോകാത്ത ഒരു സമയമാണ്. മറ്റൊന്ന്, ഈ കണ്ടെയ്നറുകൾ 20-ലധികം കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിട്ടുണ്ട്. ഈ കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക് അടിയാനുള്ളൊരു സാഹചര്യം ഉണ്ടോ എന്നായിരുന്നു ആദ്യം നോക്കിയിരുന്നത്. പക്ഷേ കേരള തീരത്തേക്ക് ഈ കണ്ടെയ്നറുകൾ വരാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുകൂടി അധികൃതർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കപ്പലിൽ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്, പക്ഷേ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ കപ്പൽ നിയന്ത്രണ വിധേയമായിരുന്നു. പക്ഷേ അതിനുശേഷം കപ്പൽ നിയന്ത്രണ വിധേയമല്ല. അതായത് കടലിനോളത്തിനൊപ്പം കപ്പൽ ഗതി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്പോഴുള്ള രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ തീ അണയ്ക്കാനുള്ള ഇതിന് വലിയ വെല്ലുവിളിയാണ്. മാത്രമല്ല കപ്പലിൽ 22 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 18 പേരാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ അടക്കമുള്ള 18 പേരാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ബാക്കിയുള്ള 4 ഇന്തോനേഷ്യൻ, മ്യാൻമർ സ്വദേശികളായിട്ടുള്ള 4 പേരെയാണ് കാണാതായിരിക്കുന്നത്. ഇവർക്കായുള്ളൊരു തിരച്ചിൽ കൂടി അവിടെ നടത്തുന്നുണ്ട്. ഇപ്പോൾ കൃത്യം 11:30 തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു. ആ സമയത്ത് കോസ്റ്റ് ഗാർഡിന്റെ ഈ ബേപ്പൂരിൽ നിന്നടക്കം കോസ്റ്റ് ഗാർഡിന്റെ വലിയ ഷിപ്പ് ആ ഭാഗത്തേക്ക് പോയിരുന്നു. അങ്ങനെ 5 കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പാണ് ഈ തീ അടയ്ക്കാനുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഊർജിതമായി പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പോൾ പോയിരിക്കുന്ന കോസ്റ്റ് ഗാർഡിന്റെ ഈ കപ്പലുകൾ പോയതിനു ശേഷം ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി അവരെ പ്രാഥമിക ചികിത്സ നൽകി അവർ അവിടെ തുടരുകയാണ്. അതിനുശേഷം അല്പം കഴിഞ്ഞതിന് ശേഷമാണ് കോസ്റ്റ് ഗാർഡിന്റെ മറ്റൊരു കപ്പൽ ആ ഭാഗത്തേക്ക് പോയിരിക്കുന്നത്. ആ കപ്പലിലാണ് ഈ രക്ഷപ്പെട്ടിരിക്കുന്ന ഈ 18 പേരും, ക്യാപ്റ്റൻ അടക്കമുള്ള ഈ 18 പേരെയും തിരിച്ച് കരയിലേക്ക് എത്തിക്കുക. ആ കപ്പൽ പോകാൻ ഏകദേശം ഈ സംഭവം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് കോസ്റ്റ് ഗാർഡിന്റെ ആ ഷിപ്പ് ഇവിടെ നിന്ന് പുറപ്പെട്ടത്.
അതുകൊണ്ട് തന്നെ ആ കപ്പൽ അവിടെ എത്തി ആ 18 പേരെയും കപ്പലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അതിനുശേഷമായിരിക്കും അവിടെ നിന്ന് പുറപ്പെടുക. അതുകൊണ്ടാണ് ഈ ഒരു കാലതാമസം എടുക്കുന്നത്. ഈ ബേപ്പൂർ തുറമുഖത്ത് നിന്ന് 40 മൈലറ്റിക്കൽ കിലോ അത്ര ദൂരം 40 മൈൽ ദൂരം ഇവിടെ നിന്ന് നോട്ടിക്കൽ മൈൽ ദൂരം ഇവിടെ നിന്നുണ്ട്. അതുപോലെ തന്നെ മംഗലാപുരം ഈ ബേപ്പൂരിനെ അപേക്ഷിച്ച് മംഗലാപുരമാണ് ദൂരം ഏറെയെങ്കിലും ഈ ബേപ്പൂരിന് തുറമുഖത്തിന് ചില പരിമിതികളുണ്ട്. അതായത് കൂറ്റൻ കപ്പലുകൾക്ക് ഈ തുറമുഖത്ത് അടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ആഴക്കടലിൽ നിർത്തിയതിനു ശേഷം ഇവിടെ നിന്ന് മറ്റ് ചെറു ബോട്ടുകളോ മറ്റ് ചെറു കപ്പലുകളൊക്കെ തന്നെ പോയി അതിനുശേഷം അവിടെ നിന്ന് ആളുകളെ ആ കപ്പലിലേക്ക് കയറ്റിയതിന് ശേഷമായിരിക്കും ഈ ബേപ്പൂരിലെ കരയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അത് വലിയ കാലതാമസം എടുക്കും, സമയമെടുക്കും. ഇവർക്ക് പ്രാഥമികമായ ചികിത്സ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ബാക്കി ചികിത്സ തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മറിച്ച് മംഗലാപുരത്തേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ഇത്തരത്തിൽ പോകുന്ന ആ കപ്പൽ ഈ കോസ്റ്റ് ഗാർഡിന്റെ ആ കപ്പലിന് നേരെ തുറമുഖത്തേക്ക് അടുക്കാൻ സാധിക്കും. അവിടെ നിന്ന് നേരെ ആംബുലൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ സമയമെടുക്കും. അതായത് അവർക്ക് ചികിത്സയടക്കമുള്ള കാര്യങ്ങൾ നൽകാനുള്ളൊരു കാലതാമസം എടുക്കുമെന്നൊരു വസ്തുതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. ഒന്നുകിൽ ഈ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ബേപ്പൂരേക്ക് കൊണ്ടുപോകും. രണ്ട് സ്ഥലങ്ങളിലായാലും മംഗലാപുരത്താണെങ്കിലും ബേപ്പൂരിലാണെങ്കിലും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാ രീതിയിലും ഈ ബേപ്പൂരുള്ള എല്ലാ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ ആംബുലൻസുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്, പോലീസുകളുണ്ട്, ഫയർഫോഴ്സിന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതേ നിർദ്ദേശം തന്നെ മംഗലാപുരത്തും നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോഴും എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്ന തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയിട്ടില്ല. വിഷയത്തിൽ കൂടുതൽ അപ്ഡേഷൻ വരുന്നതിനനുസരിച്ച് അനഘയിലേക്ക് എത്താം. വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. കേരള തീരത്ത് ഇത് രണ്ടാമത്തെ അപകടമാണ്. വലിയ ആശങ്കയ്ക്കാണ് ഈ കപ്പൽ അപകടം വഴിവെച്ചിരിക്കുന്നത്. അനഘ ഹർഷനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.